Hi all, welcome to the Great Integrated Series. ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ സ്കൂളിങ്ങും ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഡോപ്പയുടെ സിഇഒ ഡോക്ടർ ആസിഫ് മുഹമ്മദ് ആണ്. വെൽക്കം ആസിഫ്. യെസ്, താങ്ക് യു. സോ ആസിഫ്, നമുക്ക് ഇപ്പം ഡോപ്പയെ സംബന്ധിച്ച് തന്നെ ഡോപ്പയ്ക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഉണ്ട്, ഡോപ്പയുടെ കോച്ചിങ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ചും ഒക്കെ ഉണ്ട്. പക്ഷേ ഡോപ്പയുടെ കോച്ചിങ് ഉള്ള അറ്റ് ദ സെയിം ടൈം ഒരു എന്താ പറയാ വിവാദമായി ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് ഡോപ്പയിൽ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ? കാരണം എന്താണ് ഒരു നോർമൽ സ്കൂളിങ്ങും ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം പണ്ടത്തെ പോലെയല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ വലിയൊരു കോമ്പറ്റീറ്റീവ് വേൾഡിലേക്കാണ്, എല്ലാത്തിനും കോമ്പറ്റീറ്റീവ് എക്സാം വേണം. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളും അതുപോലെ ഒരു സ്കൂളിന്റെ കൂടെ ഗവൺമെന്റോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിന്റെ കൂടെ ഒരു കോച്ചിങ്, ഈവനിങ് മോർണിംഗ് കോച്ചിങ് എടുക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പഠിക്കുന്ന സാധനം, അതായത് എന്താണോ ബുക്കിലുള്ളത് അതിന്റെ എൻട്രൻസ് ലെവലിൽ തന്നെ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു പോയാൽ അവർക്ക് പിന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണം, 1, 2, 3 കൊല്ലം ഡ്രോപ്പ് ചെയ്യേണ്ടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഈ പറയുന്ന സോ കോൾഡ് നീറ്റ്, JEE പറയുന്ന വലിയ എക്സാമിലേക്ക് കിട്ടാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. യെസ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള തൊട്ട് മുമ്പുള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ സ്കൂളിങ്ങിൽ പോകുന്നു, കോച്ചിങ് ചെയ്യുന്നു, സ്റ്റിൽ നമ്മൾ കോച്ചിങ് ചെയ്യുന്നില്ലേ? അപ്പം ഒബ്വിയസ്ലി ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും അഡ്വാൻറ്റേജ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ നീറ്റിന്റെ സ്കോർ എന്ന് പറയുന്നതൊക്കെ 700+ ഇരിക്കുന്നത്. സോ വാട്ട് മേക്സ് ദം ഡിഫറെന്റ്? ലൈക്ക് എങ്ങനെയാണ് അവർക്ക് ഒരു ഡിഫറൻസ് കിട്ടുന്നത് ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന്? അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ +2 ഇപ്പോൾ ഡോപ്പിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. +2 1200 1300 വാങ്ങിയ കുട്ടികൾ അവരിതുവരെ എൻട്രൻസിന് MCQ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇപ്പം അവർക്ക് ഒരു ക്വസ്റ്റ്യന് 5 മിനിറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പഠിക്കുന്ന സ്റ്റുഡൻസിനും 720 മാർക്ക് കിട്ടും. നിർഭാഗ്യവശാൽ അത് 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, 1 മിനിറ്റിന് എന്ത് ചെയ്യണം, ഇവർ പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം സമയം പ്രാക്ടീസ് ചെയ്യണം, എത്രത്തോളം കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു, വിത്ത് ഗുഡ് കോൺസെപ്റ്റ് ആൻഡ് അതിൻ്റെ ഒരു ഓറിയന്റേഷൻ കിട്ടുക എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ നീറ്റ് പോലത്തെ JEE പോലത്തെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഔട്ട് ഓഫ് കേരള കുറേ കാലമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇപ്പം ഈ പറയുന്ന നീറ്റ് ഒരു നാഷണലൈസ്ഡ് എക്സാം ആക്കിയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയും നിവൃത്തികേടുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ വന്നു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടികളെല്ലാവരും ഓൾമോസ്റ്റ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നല്ല, 8 മുതലേ 5 മുതലേ ഇതിന്റെ ഫൗണ്ടേഷൻ എടുത്ത് +2ന്റെ കൂടെ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വെളിപാട് ഈ സമയത്ത് അടുത്ത് വന്നതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ഇപ്പോൾ ബൂം ചെയ്ത് വരുന്നു നമ്മളെല്ലാവരും പറയാറുണ്ട്. സോ നോർമൽ സ്കൂളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്, ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ കൂടുതലും കോച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. അപ്പൊ നോർമൽ സ്കൂളിങ്ങിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കോച്ചിങ് ആയിരിക്കും അവിടെ എക്സ്റ്റെൻസീവ് ആയി ചെയ്യുന്നുണ്ടാവുക. അതല്ലേ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്? അതെ, ഡെഫിനറ്റ്ലി. അതായത് ഇപ്പത്തിനും ഒരു മിസ്കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഇപ്പം അഡ്മിഷൻ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് സ്കൂൾ എവിടെയാണ്, കോച്ചിങ് എവിടെയാണുള്ളത്. അപ്പൊ അതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഔട്ട് ഓഫ് സിലബസ് വരുമായിരുന്നു. ഈ ഓൾ ഇന്ത്യ APMT പോലത്തെ എയിംസ് പോലത്തെ എക്സാമിലൊക്കെ ഔട്ട് ഓഫ് സിലബസ് വരുമായിരുന്നു. ഇപ്പോൾ സിലബസ് തന്നെ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുക. പണ്ട് 96 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഇപ്പോൾ 84 ചാപ്റ്റർ ഉള്ളൂ. അടുത്ത കൊല്ലം ഇപ്പോൾ എത്ര ചാപ്റ്ററാണ് വെട്ടുന്നത് അറിയില്ല. അതുപോലെ തന്നെ വളരെ എക്സാക്ട്ലി എന്താണോ പഠിക്കുന്നത് അതാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ക്ലാസ് കോച്ചിങ് ആണ്. ഒരു കോച്ചിങ് വിടാന്നുണ്ടെങ്കിൽ അതിന്റെ സ്കൂൾ ബോർഡ് ലെവൽ തൊട്ട് താഴെ വരുന്നുള്ളൂ. ഇത് നന്നായി പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതിന്റെ കോമൺ സെൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ബോർഡ് ലെവലിലും നല്ല മാർക്ക് വാങ്ങാം. പണ്ടത്തെ പോലെ എൻട്രൻസ് വേറെ, എൻട്രൻസിന് വാങ്ങുന്ന ആൾക്കാർക്ക് ബോർഡിൽ 60% മാർക്ക് അങ്ങനെയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോച്ചിങ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ എന്ത് ചെയ്യും, ബാക്കി സ്കൂളിങ്ങും സാധനങ്ങളും പാരലലിൽ വന്ന് പൊക്കോളും. അപ്പൊ ഈ A+ന്റെ തുലാഭാരം എത്രത്തോളം ആവശ്യമാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക്? അത് വലിയൊരു ചോദ്യമാണ്. നിർഭാഗ്യവശാൽ ഇപ്പം എല്ലാവർക്കും 10A+ന്റെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് A+ന്റെ സമ്മാനം വാരിക്കൂട്ടുന്നത് നേരാണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഇപ്പം റിപ്പീറ്റേഴ്സിനോട്, ഇപ്പം പുതിയ ബാച്ചോട് പറയാറുണ്ട്, 9 A+ കിട്ടിയ എത്ര പേരുണ്ട്. അപ്പോൾ എനിക്ക് 9 A+ കിട്ടിയായിരുന്നു, കിട്ടിയ എത്ര പേരുണ്ട്. അപ്പോൾ അവര് ജസ്റ്റ് മിസ്സാണ്. ഇത്രയും റെക്കഗ്നീഷനും ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഒരു പൊടിക്ക് മിസ്സായ ആൾക്കാരാണ്. ഫ്ലെക്സിലെ ഫോട്ടോ പോയി, സമ്മാനങ്ങൾ പോയി, കുടുംബക്കാരുടെ അടുത്തു നിന്നുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ പോയി. പക്ഷെ ഞാൻ പറയാറുണ്ട് ഇപ്പം 10ാം ക്ലാസ് മുതൽ തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു മിസ്സാണ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു മിസ്സിലാണ് ഇത്രയും കാര്യങ്ങൾ മിസ്സായി പോയത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എൻട്രൻസിലേക്ക് അടക്കുന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി. അപ്പം ഈ 9 A+, 8, 7, 5 ഒന്നും അല്ല, A+ന്റെ കണക്കല്ല. അപ്പോൾ ഇവരൊക്കെ A+ കിട്ടിയത് അവർ മുന്നത്തെ ഒരു ഹിസ്റ്ററി ഓഫ് ദെയർ അക്കാഡമിക്സ് വെച്ചിട്ടാണ്.
ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റീബിൽഡ് ചെയ്യാനുള്ള സമയമുണ്ട് 2 കൊല്ലം. എക്സാക്ട്ലി. ഫിസിക്സ് ഇഷ്ടമല്ലെങ്കിൽ മാത്സ് കണ്ടാൽ പേടിക്കുമെങ്കിൽ എന്താണ്, മാത്സിൽ ന്യൂമറിക്കൽസ് പേടിയുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫിസിക്സും കെമിസ്ട്രിയിലെ പ്രോബ്ലംസും പേടി ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് റെഡിയാവും. അപ്പം A+ വലിയ പ്രശ്നമൊന്നുമില്ല. A+ കിട്ടാത്ത ആൾക്കാർ അയ്യോ എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ ശരിക്കും നിങ്ങൾക്കാണ് വാശി വരുന്നത്. നോർമലി 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ അതൊരു ഹണി ട്രാപ്പാന്നാണ് പറയാം. പിന്നെ എന്ത് ചെയ്തു, എല്ലാവരും ആ അളവ് പോലെ കൊണ്ട് അളക്കാൻ തുടങ്ങും. ഫുൾ A+ കിട്ടിയവനാണ് പിന്നെ നമുക്ക് എന്തോ പറ്റിപ്പോയി എന്ന് പറയും. ബാക്കിയുള്ളവർ പറയും നമുക്ക് 5 A+ ഇല്ല, നമുക്ക് കയറിയ കയറ്റം കണ്ടു പറയും. അപ്പം ആ കയറിയ കയറ്റത്തിൽ എന്ത് ചെയ്യുക, ആൾക്കാരാവാൻ നോക്കുക, അതിലേ കാര്യമുള്ളൂ. സോ ദ ഗ്രേറ്റ് ഇന്റഗ്രേറ്റഡിൽ ഒരു ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇനി ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടേതും അതേപോലെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഒക്കെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് കുട്ടികളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്, നിങ്ങൾക്ക് നീറ്റോ ഓർ JEE പോലത്തെ ഒരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ this is your right time and right place. So see you in the next episode.